നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോ. ഇന്നത്തെ വീഡിയോ അതായത് 20/3/2026 സ്വർണ്ണവില വീണ്ടും കൂടുകയാണ്. ഇന്നലെ സംസ്ഥാനത്ത് വൻ ഇടിവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇപ്പോൾ ആശ്വാസമായി കൂടി. വിവാഹ ആവശ്യങ്ങൾക്കും നിക്ഷേപത്തിനുമായി സ്വർണം വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നവർക്ക് ഇന്നലെ വിലക്കുറവ് ലഭിച്ചൊരു അവസരമായിരുന്നു. ഉയർന്ന വില കാരണം സ്വർണം വാങ്ങുന്നത് മാറ്റിവെച്ചവർക്ക് ഇന്നലെ ആശ്വാസം നൽകുന്നതായിരുന്നു. സ്വർണം ഇന്ന് നോക്കുമ്പോൾ 1 ഗ്രാമിൻ്റെ മുകളിൽ 60 രൂപയും 1 പവൻ്റെ മുകളിൽ 480 രൂപയാണ് കൂടിയത്. 22 ക്യാരറ്റ് രൂപ 13,835, 1 പവൻ 1,10,680. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,093, 1 പവൻ 1,20,744. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,320, 1 പവൻ 90,560. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് ഭായിമാർ കൂട്ടത്തോടെ കേരളം വിടുന്നു. തിരിച്ചുപോക്ക് വർദ്ധിച്ചത് ഈ അടുത്തിടെയാണ്. നമ്മുടെ നാട്ടിലെ മിക്ക കട്ടിപ്പണികളും, അതായത് പറമ്പിലെ പണി, ഹോട്ടൽ മേഖല, വൻകിട നിർമ്മാണ പദ്ധതികൾ തുടങ്ങിയ വിവിധ മേഖലകൾ കേരളത്തിൽ ചലിക്കുന്നതിന് പിന്നിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കഠിനമായ അധ്വാനം തന്നെയാണ്. ഇക്കൂട്ടരുടെ സാന്നിധ്യമില്ലെങ്കിൽ ഈ മേഖല ഇപ്പോൾ സ്തംഭിച്ചു പോകും. അതായത് വളരെ ശോചനീയാവസ്ഥയിൽ പോകും. കാരണം കേരളത്തിൽ ലക്ഷക്കണക്കിനാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം. പണ്ട് തൊഴിലിനായി ഒറ്റയ്ക്ക് എത്തിയിരുന്നവർ ഇപ്പോൾ കുടുംബസമേതമായിട്ടാണ് വന്ന് താമസിക്കുന്നത്. 2025 അവസാനത്തോടെയാണ് ഈ സംഭവവികാസങ്ങൾ തുടങ്ങിയത്. കാരണം അവർ നേരത്തെ വന്നവരെല്ലാം നല്ലതുപോലെ പൈസ ഉണ്ടാക്കി അവർ നാട്ടിൽ പലവിധമായ വസ്തുക്കളും വാങ്ങിച്ച് കൃഷി നല്ല രീതിയിൽ അവിടെ ആരംഭിച്ചു. അവർക്ക് ഇപ്പോൾ അവിടെ മെച്ചമായ ശമ്പളമാണ് അവിടുത്തെ സംസ്ഥാന സർക്കാരും കൊടുക്കുന്നത്. ഭായിമാർക്ക് കേരളത്തിൽ വരുമ്പോൾ നല്ല ശമ്പളമാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൃഷിപ്പണിക്കും മറ്റും ഭായിമാരുടെ ശമ്പളം തന്നെയാണ് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കും. അതായത് ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ 1000 രൂപ. പിന്നെ കാപ്പി, ഊണ്, ചായ ഇതെല്ലാം കൊടുക്കേണ്ടി വരും. അതേസമയം മേസ്ത്രിമാർക്ക് 1,200 രൂപ, പാറപ്പണിയൊക്കെ ഉള്ളവരാണെങ്കിൽ 1,350, 1,300 പല സ്ഥലങ്ങളിലും മേസ്ത്രിമാർ കൂലി മേടിക്കുന്നത്. അതുപോലെയാണ് ഭായിമാർക്ക് ഇതേ ശമ്പളം കിട്ടുന്നത്. 50 രൂപയാണ് കുറഞ്ഞെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഭായിമാരും ഇങ്ങനെ ശമ്പളം കൊഴിച്ച് നാട്ടിൽ വസ്തുവകകളും മറ്റും വാങ്ങിച്ച് ഇപ്പോൾ വളരെ സമ്പന്നരാകുകയാണ്. അതും അവിടുത്തെ ഗവൺമെൻറ് നല്ല രീതിയിൽ ശമ്പളവും നല്ല ആനുകൂല്യങ്ങളും ഇപ്പോൾ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. തൊഴിലാളികളിൽ നിന്നുള്ള തൊഴിലാളികളാണ് കൂടുതൽ. കാര്യം ഇനിയിപ്പം അവിടെയൊക്കെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്ഥിതിയാണ്. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനും ചിലർ കൂട്ടത്തോടെ നാട്ടിലോട്ട് പോവുകയാണ്. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.